സഹോദരങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ബിസ്മി അതിന് കൂടുതൽ പറയുന്നില്ല. അതിൽ നിലവിലുള്ള 3 അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, നിലവിലുള്ള അഭിപ്രായം തന്നെയാണ്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ നിലവിലുള്ള പരിഭാഷ. അതിന് അബ്ദഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ ഒരു വലുതാക്കി എഴുതും. ആ തുടക്കത്തിൽ വലുതാക്കി എഴുതിയിട്ട് അത് അബ്ദഉ എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിക്കാറാണ് സാധാരണ പണ്ഡിതന്മാർ. അതിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് അലിഫില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യാഖ്യാനത്തിന് വലിയ പ്രസക്തി ഇല്ല. പിന്നെ അവിടുന്ന് ഒരു അലിഫിനെ കളയാൻ ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ അതിന് തെളിവില്ല. ഇവർ പറയുന്നത് അവിടുത്തെ അലിഫ് മഹദൂഫാണ്, അലിഫ് കളഞ്ഞിട്ടാണ്. അലിഫ് കളയാൻ ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ തെളിവില്ല. ഖുർആനികമായി തെളിവില്ല എന്നുള്ളതിന് നമ്മൾ എന്താ, ഇഖ്റ ബിസ്മി എന്നുള്ളടത്ത് അലിഫ് കളഞ്ഞിട്ടില്ല, കളയാതെയാണ് എഴുതിയിട്ടുള്ളത്. ഇഖ്റ ബിസ്മി എന്നുള്ളടത്ത് അലിഫുണ്ട്, അവിടെ അതാണ് ബിസ്മി. അതുപോലെ തന്നെ ഇസ്മു എഴുതിയ ഒരു സ്ഥലത്തും അലിഫ് ഖുർആനിൽ എവിടെയും കളഞ്ഞിട്ടില്ല. വദക്കറസ്മല്ലാഹി അലൈഹ വയുദ്ക്കറസ്മല്ലാഹി അലൈഹ എന്നൊക്കെ നിങ്ങൾ ഇസ്മ എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിടത്തൊക്കെ അലിഫിനെ കളഞ്ഞിട്ടില്ല. ഇഖ്റ ബിസ്മി എന്ന് പറഞ്ഞിടത്ത് അലിഫിനെ കളഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നും കളയാത്ത അലിഫിനെ ഈ ബിസ്മിയുടെ അവിടേക്ക് എത്തിയപ്പോൾ കളയാൻ യാതൊരു ഭാഷാപരമായിട്ടോ ഖുർആനികമായിട്ടോ നിയമമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബി സെമില്ലാഹി എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. ബി സെമില്ലാഹി, ബി സിമില്ലാഹി, ബി സുമില്ലാഹി 3 രൂപത്തിലും വായിക്കാം. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നത് എന്താ ഉറപ്പില്ല, ഉറപ്പ് എന്ന് പറയുന്നത് ഇത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഖുർആനികമായി ശരി എന്ന് തോന്നുന്നത് നമ്മൾ പറയാമെന്ന് മാത്രം. ഇപ്പൊ ബി സെമില്ലാഹി എന്ന് പറഞ്ഞ വസമയസിമു എന്ന് പറഞ്ഞാൽ അടയാളം വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചാപ്പ കുത്ത, ഈ കയ്യുമേക്ക് ചാപ്പ കുത്തുന്നതിനാണ് വസമയസിമു സിമ് എന്ന് പറയും. സുമ് സെമ് സിമ് എന്ന് പറയും. വസമ എന്ന് പറഞ്ഞാൽ ചാപ്പ കുത്തിന്നാണ്. ഈ കയ്യുമേക്ക് ചില ആളുകളുടെ കയ്യുമുണ്ടാവും പച്ച കുത്തുക, ഒരു പച്ച ഒരു എന്തെങ്കിലുമൊക്കെ ഈ ഹിന്ദുക്കളുടെയൊക്കെ കൂടുതലുണ്ടാവും. അപ്പൊ ദൈവത്തിന്റെ ഒരു ചിഹ്നം എന്നുള്ള നിലക്ക്, ഒരു എംബ്ലം എന്നുള്ള നിലക്കാണ് ദൈവത്തിന്റെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ ചിഹ്നത്തോട് കൂടി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അതാണ് ബി സിമില്ലാഹി. അത് 3 രൂപത്തിൽ ഖിറാഅത്തുണ്ട്. ബി സെമില്ലാഹി, ബി സുമില്ലാഹി 3 രൂപത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് സീഡിയിൽ എവിടെന്നെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവുക. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആധുനികമായി വന്ന വ്യാഖ്യാനം, ഖമറുസമാനെ പോലെയുള്ള ആധുനികരായ പല പുതിയ പണ്ഡിതന്മാരും പറഞ്ഞ വ്യാഖ്യാനം, അത് അള്ളാഹുവിന്റെ കിതാബിന്റെ വിശേഷണമാണ്. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ വേദം, അതാണ് ബസ്മ എന്ന് ഒരൊറ്റ വാക്കാണ്. ബി സീമ എന്നല്ല, ബസ്മില്ലാഹി എന്നുള്ള ഒരൊറ്റ വാക്കാണ് അത്. അള്ളാഹുവിന്റെ വേദം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ വേദമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് അവർ തെളിവ് പറഞ്ഞത് സൂറത്ത്, പിന്നെ പ്രവാചകനായ നോഹിന്റെയും പ്രവാചകനായ സുലൈമാനിന്റെയും ഉദ്ധരണി എടുത്തിട്ടാണ് അവർ തെളിവ് പറഞ്ഞത്. സുലൈമാന്റെ കത്ത് എഴുതുന്നുണ്ട്, ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ല, തീർച്ചയായും ഇത് സുലൈമാനിൽ നിന്നാണ്, ഇത് അള്ളാഹുവിന്റെ കിതാബാണ്. അതാണ് അതിനുശേഷം ഇന്നി ഉൽക്കിയ ഇലയ്യ കിതാബുൻ കരീം എന്ന് പറഞ്ഞത്. എനിക്ക് മാന്യമായ ഒരു വേദം എന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സഭയിലെ രാജ്ഞി വിളിച്ചു പറഞ്ഞത്. അവരതിന് തെളിവ് പറയുന്നതാണ്. പിന്നെ പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ, ആ ജനത, ആ പ്രത്യയശാസ്ത്രം, ആ സമൂഹം സഞ്ചരിക്കുന്നത്, അതാണ് ആ കപ്പല്. അത് മനസ്സിലാവുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ കപ്പൽ എന്താണ്. ഞങ്ങളോട് പറഞ്ഞില്ല ഒരിക്കൽ, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഔദ്യോഗിക വിഭാഗത്തിന്റെ കപ്പൽ കൊടുത്തിട്ട്, ചിഹ്നം കൊടുത്തിട്ട്, അവിടെ ഔദ്യോഗിക വിഭാഗം ആ കപ്പലിന്റെ തോട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടുണ്ട് അതിന്റെ തോട്ടിൽ കമാൻഡ്, ഇത് മുങ്ങിപ്പോകാൻ പോണ കപ്പലാണ്, മുങ്ങാൻ പോണ കപ്പലാണിത് എന്ന്. അതിൻ്റെ അർത്ഥം അത് കപ്പലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു സംഘടനയാണത്.
അപ്പൊ നൂഹ് നബിയുടെ ആ സമൂഹം, അതാണ് ആ കപ്പൽ, ആ സമൂഹം സഞ്ചരിക്കുന്നതും അവരുടെ ഒഴുക്കും അവർ മുന്നോട്ട് നീങ്ങുന്നതും ഈ ബിസ്മില്ല കൊണ്ടാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിലൂടെയാണ് അവരുടെ സഞ്ചാരം എന്നാണ്. അതാണ് ബിസ്മില്ലയിലൂടെയാണ് ആ കപ്പൽ, അതായത് നൂഹ് നബിയുടെ ആ സമൂഹത്തിന്റെ സഞ്ചാരം. നൂഹ് നബിയുടെ സമൂഹത്തിന്റെ പോക്കും അതിന്റെ ലക്ഷ്യവും അവരുടെ മാർഗവും ഈ ബിസ്മില്ലയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബാണ്. ഈ 3 അഭിപ്രായമാണ് ഇന്ന് നിലവിൽ ഇതുവരെ 10-40 പരിഭാഷകൾ വായിച്ചതിലും എനിക്ക് കിട്ടിയ 3 അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഏകദേശം ഖുർആനിനോടും ഭാഷയോടും ഏകദേശം യോജിക്കുന്നത് ഇതാണ്. അതിൽ നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്കും അന്വേഷിക്കണം. ഇന്ന, തീർച്ചയായും, നാം, അവിടെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നാം എന്ന് പറയുന്നത് ചിലയിടത്ത്. അതൊന്നും ഇപ്പോൾ ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം. ചിലയിടത്ത് അള്ളാഹുവിനെ റബ്ബിർജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇർജിഊനി എന്നാണ് ശരിക്കും പറയേണ്ടത്, നീ എന്നെ മടക്കി തരണമേ. ഇർജിഊനി, നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചു തന്നാലും എന്ന് ബഹുവചനത്തോട് പറയും പോലെ. ഇപ്പൊ ഞാൻ ഒരാളോട് പറയുകയാണെങ്കിൽ ഉൻസുർ നീന പറയാം, എന്നെ സഹായിക്കും. ഇതിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ പറയാം ഉൻസുർ നീന പറയാം, എന്നെ ഒന്ന് സഹായിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ഉൻസുറു നീന പറയാം. ഉൻസുർ, ഉൻസുറ, ഉൻസുറു, കും കൂമ കൂമു. ഒരാളോടും ഇപ്പൊ അതിൽ നിൽക്കാൻ പറയുകയാണെങ്കിൽ കുംന പറയാം. നിങ്ങളോട് എല്ലാവരോടും കൂടി നിൽക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ കൂമൂന പറയാം. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഒരാളോട് ഇർജിഊ നീ എന്ന് ഖുർആനിലൊരു പ്രയോഗമാണ്. ഭാഷാപരമായിട്ട് പല പ്രശ്നങ്ങളും അത് ഈ ഖുർആനിൽ പഠിക്കാൻ ഇനിയുണ്ട്. അത് ഞാൻ അതിന്റെ സന്ദർഭത്തിൽ പറയേണ്ടത് എന്തുകൊണ്ടാണ്. ഇവിടെ ഇപ്പം നമ്മൾ അള്ളാഹു തന്നെ വെക്കുക. ഇന്ന, തീർച്ചയായും നാം, തീർച്ചയായും നാം ആണ് അകത്തൈന നിനക്ക് നൽകിയത്. കാരണം നിനക്ക് തീർച്ചയായും നിനക്ക് നാം നൽകിയിരിക്കുന്നു. നൽകുന്നല്ല. ഇവർ പറയുന്ന ഹൗലുൽ കൗസർ പരലോകത്തിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞേക്കണെന്നാണ്. അതിന് ഭാഷാപരമായിട്ട് തെളിവില്ല, ഖുർആനികമായിട്ട് തെളിവില്ല. അത് പൈതൃകമായി കിട്ടിയ ഹദീസിന്റെ വ്യാഖ്യാനം. ഖുർആനിൽ അതിന് തെളിവില്ല, ഭാഷാപരമായിട്ടും തെളിവില്ല. അതിനാണെങ്കിൽ ഇന്നാസ ഞൊഴത്തേക്കാന്നാ പറയാം. അതിന് ഞൊഴത്തേക്കാ, ഞാൻ അടുത്ത് തന്നെ നിനക്ക് നൽകും എന്നാ പറയാം. അഴത്തൈനാന്ന് പാസ്റ്റായിട്ടല്ല പറയാം. ഞാൻ തീർച്ചയായും നാം നിനക്ക് നൽകി കഴിഞ്ഞു. അൽ കൗസർ, അൽ കൗസർ എന്ന് പറഞ്ഞാൽ ഫൗ അൽ എന്ന രൂപത്തിലാണത്. ഫഅല എന്ന് പറയുന്ന ക്രിയയെ ഫ വ് അൽ എന്ന രൂപത്തിലാക്കുമ്പോൾ അതിന്റെ ഒഴുക്കാണ്. ആ ക്രിയയിൽ പറയുന്ന സംഗതിയുടെ ഒഴുക്ക്, ധാരാളം എന്നുള്ള അർത്ഥത്തിന് വരുന്ന വാക്കാണത്. ധാരാളം എന്ന് നമ്മൾ പറയരുത്, അതാണ് കൗസർ. ഇപ്പൊ ശതന എന്നുള്ളതിനാണ് ശൈത്താൻ എന്ന് പറയും പോലെ നമ്മൾ പറയുന്നത്. ശതന എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. ധിക്കരിച്ചു. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ ധിക്കാരം ഒരാളിൽ നിന്ന് അങ്ങേയറ്റം ഒഴുക്കുണ്ടാകുകയാണെങ്കിൽ അവനെ ശൈത്താൻ എന്നാ പറയാം. അതാണ് ശൈത്താൻ. ഖുർആനിൽ ബലസ എബിലിസു എന്നുള്ള വേർഡുണ്ട്. അബിലസ യുബിലിസു ബലസ എന്നൊക്കെ വേർഡുണ്ട്. അതിനാണ് ഇബിലിസ് ഉണ്ടായത്. നിരാശനാകാന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചും അവന്റെ മാർഗനിർദ്ദേശത്തെ കുറിച്ചും ഇത് മാനവരാശിയുടെ ഗുണകരമാണ് ആവുമോ എന്ന കാര്യത്തിൽ നിരാശ പൂണ്ട് അതിനെ നിഷേധിച്ചു പോകുന്ന ഏത് മനുഷ്യനുണ്ടോ അവനാണ് ഇബിലിസ്. അതുപോട്ടെ, ഞാൻ ഈ കൗസർ പറയാനാണ്. അപ്പൊ കസുറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കൗസർ ഉണ്ടായത്. കസുറ, കസീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം എന്നാ. കസീർ, ഇന്ന കസീറമ്മിനാസി എന്നൊക്കെ പറയണ്ടല്ലോ, ധാരാളം ജനങ്ങൾ. അപ്പൊ കസുറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് കൗസർ ഉണ്ടായത്. അതായത് ധാരാളം, ഒരുപാട് ആശയങ്ങളുള്ള ഒരു അക്ഷയ പാത്രം. അതാണ് ഒരു അക്ഷയ പാത്രമാണത്. അതാണ് ഖുർആനി സന്ദേശം. മാത്രമല്ല അത് അൽ കൗസറാണ്, സാധാരണ കൗസറല്ല. അല്ലിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നബിക്ക് കൊടുത്ത ഏതെങ്കിലും സ്വത്തോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ഭൂസ്വത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല. ഇതൊരു പ്രത്യേകമായ ഒരു വസ്തുവാണ് ആ കൊടുത്തിരിക്കുന്നത്. അത് ഖുർആനാണ്. അതാണ് അൽ കൗസർ എന്ന് പറയുന്നത്. മറ്റേ ഞാൻ പറഞ്ഞിപ്പോ ഇന്ന് നടന്ന ഒരു രാവിലെ ഞാനുമായിട്ട് നടന്ന ഒരു പണ്ഡിതനായിട്ടുള്ള ചർച്ചയിൽ കിബിലയുടെ ചർച്ച നടന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ അതിൽ മുഹമ്മദ് നബിയുടേത് അൽ കിബിലയാണ്.
ആ സമൂഹത്തിന്റെ കിബില അവരുടെ മാർഗനിർദ്ദേശം. അറബ് സമൂഹം ഏതൊരു മാർഗനിർദ്ദേശമാണോ പിന്തുടർന്നു പോന്നിരുന്നത് അത് അവരുടെ കിബില. അതാണ് ഒമാ ജഅൽനാ കിബിലത്തില്ലത്തി കുന്ത, നബിയുടെ അൽ കിബിലയാണ്. സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ കിബിലത്തിഹിം, അവിടെ അൽ കിബില എന്ന് പറഞ്ഞില്ല, അൻ കിബിലത്തിഹിമുല്ലത്തി, അവരുടെ കിബിലയിൽ നിന്ന് എന്താണ് ഇപ്പൊ ഈ മാറ്റിയിരിക്കണേ എന്ന് ഉടനെ വിഡ്ഢികളായ ആളുകൾ ചോദിച്ചേക്കും. അവര് ആ സമൂഹം, അറബ് സമൂഹം, അവര് പിന്തുടർന്നു പോന്നിരുന്ന മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെ മാറ്റി ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഇപ്പൊ ഈ തിരിക്കുന്നത് എന്താണ് എന്ന് ഉടനെ ചിലപ്പോൾ നിനക്ക് ചോദ്യം വന്നേക്കാം, ചിലപ്പോൾ ചില വിഡ്ഢികളായ ആളുകൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് അൽ കിബില. അപ്പൊ ഒരു സമൂഹത്തിനെ പിന്തുടരാനും അവരുടെ ദിശാബോധം, അവർക്ക് ദിശ നൽകാനുമുള്ള ദിശാബോധമാണ് എൻ്റെ ഈ കിബില. പക്ഷെ മുഹമ്മദ് നബിയുടെ എന്താണ്? അൽ കിബിലയാണ്. അത് ഈ ഖുർആനാണ്. അതായത് ഈ ദൈവികമായ മാർഗനിർദ്ദേശമാണ് അത്, അല്ലാതെ ഒരു കെട്ടിടമല്ല. അത് നമ്മൾ പുസ്തകത്തിലുണ്ട്, എൻ്റെ ക്ലാസ്സുകളിലും പറഞ്ഞു. എന്ന പോലെ തന്നെയാണ് ഇവിടെ അൽ കൗസറാണ്. ഇത് പ്രത്യേകമായി മനുഷ്യ സമൂഹത്തിന് വേണ്ടി മുഹമ്മദ് നബിക്ക് കൊടുത്ത പ്രത്യേകമായ ഒരു ധാരാളം ആശയങ്ങളുള്ള ഒരു അക്ഷയപാത്രം എന്ന് പറഞ്ഞ ഖുർആൻ നിനക്ക് ഇത് നൽകിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഖുർആനിന്റെ അവസാനത്തേക്ക് എത്തി നിന്റെ വിജയം വന്നാൽ മതി. ഇതിന് പാര വെക്കുന്ന ആളുകളുടെ നാശം ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് അതിന് സംരക്ഷണത്തിന് 2 അധ്യായം ഇറക്കിയ ഏകദേശം ഈ കൗസപ്പിന് ഖുർആൻ അവസാനിക്കാൻ പോവുക. ഖുർആൻ ഏകദേശം നൽകിക്കഴിഞ്ഞു. പിന്നെ അടുത്ത അധ്യായം പ്രഖ്യാപനം, പിന്നെ ഒരു സമൂഹത്തിന്റെ വിജയത്തിനെ കുറിച്ചുള്ള അറിയിപ്പ്, പിന്നെ ഇതിന് വരുന്ന പാരകൾ എന്നും ഏത് കാലഘട്ടത്തിലും നശിക്കുമെന്നുള്ള ഒരു അറിയിപ്പ്. അത് കഴിഞ്ഞ് ഇതിന് പൈശാചികമായ പ്രേരണകളോ കൈകടത്തലുകളോ ഇതിലേക്ക് വരരുത് എന്നുള്ള നിലയ്ക്ക് 2 സംരക്ഷണത്തിന്റെ 2 അധ്യായവും വെച്ച ഈ ഖുർആൻ കൺക്ലൂഷൻ ആകാൻ പോകുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇപ്പൊ സെല്ലി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ മഹത്വം നീ ഇവിടെ, അവന്റെ വിധിവിലക്കുകളെ നീ ഇവിടെ സ്ഥാപിക്കണം. അതാണ് ഇപ്പൊ സെല്ലി റബ്ബിക്ക, നിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, സമൂഹത്തിന് സംരക്ഷണമായി തീരുന്ന ഈ പ്രത്യയശാസ്ത്രത്തെ നീ ഇവിടെ സ്ഥാപിക്കുകയും നീ പിന്തുടരുകയും ചെയ്യണം. അതാണ് റബ്ബ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റഹ്മാൻ എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അള്ളാഹു എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മാറ്റി മാറ്റി പറയും ചില സ്ഥലങ്ങളിൽ. അതിന് കാരണങ്ങളുണ്ട്, വെറുതെ പറയല്ല. ചിലയിടത്ത് അള്ളാഹ് എന്ന് പറയും, ചിലയിടത്ത് റബ്ബ് എന്ന് പറയും, ചിലയിടത്ത് റഹ്മാൻ എന്ന് പറയും, ചിലയിടത്ത് റഹീം എന്ന് പറയും. ഇത് വെറുതെ അള്ളാഹു കണ്ണൂട്ടന്റെ വടി പോലെ കുത്തിയതല്ല, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇവിടെ റബ്ബ് എന്ന് പറയുന്നത് മാനവരാശിയുടെ സംരക്ഷണം, അതാണ് റബ്ബ്. മാനവ സമൂഹത്തിന് സംരക്ഷണമായി വർത്തിക്കേണ്ട ഈ പ്രത്യയശാസ്ത്രത്തെ നീ പിന്തുടരുകയും നീ ഇതിവിടെ സ്ഥാപിക്കുകയും ചെയ്യുക. വൻഹർ, ഇതിന് വരുന്ന ഏതൊക്കെ എതിർപ്പുകളും ഏതൊക്കെ തടസ്സങ്ങളുമുണ്ടോ അതിനെതിരെ നീ ജാഗ്രത പാലിക്കുക. അതാണ് സ്റ്റാൻഡപ്പ് എന്നാണ് അതിനെ എഴുതിക്കുന്നത്. അതിന് ഒരു ഉറച്ച് അതിനെതിരിൽ വരുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ നീ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന സാനിയ കഹുവൽ അബത്തർ, നിന്നെ എതിർക്കുന്നവൻ, നിന്റെ ആശയം അത്ര ഗുണകരമല്ല എന്ന് പറയുന്ന നിന്നെ എതിർക്കുന്ന നിന്റെ ശത്രു താനെ നശിച്ചുകൊള്ളും, അവൻ തന്നെയാണ് നശിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ചുരുക്കിയ വിശദീകരണം. അല്ല അബത്തർ എന്ന് പറഞ്ഞാൽ നശിക്കുന്നവൻ, അതാണ്. വാലറ്റവെന്ന് അതേപോലെ വേറൊരു അർത്ഥം പറഞ്ഞു. അതെന്താണ്, നബിക്ക് ആൺകുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നബിയെ വാലറ്റവൻ എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് ഓലെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടി അള്ളാഹു ആയത്തിറങ്ങിയത്, അങ്ങനെയൊക്കെ വ്യാഖ്യാനമുണ്ട്. അതൊന്നുമില്ല. അല്ല അബത്തർ എന്നാണ്, ഇബത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടി തകരുക, നശിക്കുക എന്നാണ്. അതാണ് അല്ല അബത്തർ. ഇബത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടി തകർന്നു, നശിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഇത് ഇപ്പോൾ ഒരു പുതിയ ഇത് പറയുന്നത് നമ്മൾ ഭാഷയിൽ ഇല്ലാത്തത് പറയണം. ഭാഷയിൽ ഇല്ലതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഭാഷയിൽ ഇല്ലാത്തതല്ല പറയുന്നത്. ഇത് വെറുതെ ആക്ഷേപിക്കുകയാണ്. സത്യത്തിൽ ഭാഷയിലും ഖുർആനിലും ഉള്ളതാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ അപ്പുറം ഒന്നും പറയുന്നില്ല. ഇപ്പൊ സ്വല്ല എന്നുള്ളതിന് നിസ്കാരം എന്നുള്ളതാ ഭാഷയിലില്ലാത്തത്, പിന്തുടരുക എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥമാണ്. ഹജ്ജ് എന്നുള്ളത് ഇതിൻ്റെ ഈ കർമ്മങ്ങൾ മുഴുവൻ അടങ്ങിയതാണെന്നുള്ളതാണ് ഭാഷയിലില്ലാത്തത്. അതിൻ്റെ ഭാഷാർത്ഥം വാദം, ബാധിക്കുക, സംവദിക്കുക, പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥമാണ്.
ഭാഷാർത്ഥമാണ് നമ്മൾ ഖുർആനിക പറയുന്നത്. പിന്നെ ചിലയിടത്ത് നമ്മൾ സാഹിത്യം പറയും. അത് ആലങ്കാരികം എല്ലാ ഭാഷയിലുണ്ട്. എല്ലാ ഭാഷയിലുണ്ടത്. എല്ലാ ഭാഷയിലും ആലങ്കാരികമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല കപ്പല്, അത് മലയാളത്തിലുള്ളതാണ്. എല്ലാ ഭാഷയിലുള്ളതാണ് അത്. അത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ മാത്രം അത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് അവർ പറയും. എന്നാൽ ഇവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവർ പ്രയോഗിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിടത്ത് ആലങ്കാരികം പ്രയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സുഹൃത്ത് മാഷായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നതൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം, ഞാൻ പറഞ്ഞു, നിങ്ങൾ വാതിലുകൾ അടച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞാൽ എന്താ? അത് വഴി മാർഗങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, പക്ഷെ അള്ളാഹ്ക്ക് പറയാൻ പാടില്ല. ഇപ്പൊ യൂസുഫിന്റെ മുന്നിൽ പിന്നെ അവിടുത്തെ ഇമ്രാത്ത് കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നിട്ട ഓരോ വഴികളുമാണ് അവിടെ അടക്കപ്പെട്ടത്, കൊട്ടിയടക്കപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. അത് വാതിലെന്നെ ആകണം. നേരെ മറിച്ച് നമുക്ക് ഉപയോഗിക്കാം. എടോ, എൻ്റെ മുന്നിൽ ഇനി മുന്നോട്ട് ഒരു വഴിയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ വീട്ടിലെ വാതിലല്ല. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമിഅ എന്ന് പറഞ്ഞാൽ അവർക്ക് സാഹിത്യം പറയാം. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലാണെന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് സാഹിത്യം പറയാം. പ്രവാചകൻ വിളക്കാണെന്ന് പറഞ്ഞാൽ അവിടെ സാഹിത്യമാണെന്ന് പറയാം. നിങ്ങൾക്കൊരു മീസാൻ ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സാഹിത്യമാണെന്ന് പറയാം. പക്ഷെ കപ്പൽ സാഹിത്യമാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല, അത് പറ്റൂല. നിങ്ങൾ വാതിലുകളുടെ പിന്നിലൂടെ പ്രവേശിക്കരുത് എന്ന് ഖുർആനിലുണ്ട്. അത് പിൻവാതിൽ നിയമനം പറ്റൂല, അതാകാൻ പറ്റൂല. അത് നമ്മുടെ വീട്ടിന്റെ അടുക്കളയിൽ കൂടി കിടക്കരുത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കണ പേര്. പിതാവ് മക്കളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരു വാതിലിലൂടെ കിടക്കരുത് എന്ന് പറയുന്നുണ്ട്. അവിടെ വാതിൽ തന്നെ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് വാതിൽ തന്നെയാണ്. ഒരു കൂടി വ്യത്യസ്തമായ വാതിൽ കൂടി നിങ്ങൾ പ്രവേശിക്കണം എന്നാണ്. അത് എല്ലാവർക്കും റേഷൻ കിട്ടാനാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ 11 മക്കൾക്കും റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും. അതിൽ ചിലവർ പറയുന്നത് കണ്ണ് കെട്ടുന്നതിനാണ്. 11 കുട്ടികൾ വരിവരിയായിട്ട് പോകുമ്പോൾ കണ്ണ് കെട്ടുന്നതിനാണ്. അത് വാതിൽ തന്നെയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഇങ്ങനത്തെ അവർക്ക് വേണ്ടിടത്തൊക്കെ സാഹിത്യം പറ്റും, ആലങ്കാരികം പറ്റും. ഇപ്പൊ മീസാൻ എന്താണെന്ന് ചോദിച്ചാൽ ഏത് പണ്ഡിതനോട് ചോദിച്ചാലും സുന്നിനോട് ചോദിച്ചാലും വരെ പറയുന്നത് അത് സന്തുലിതാവസ്ഥയാണ്. അത് മീസാൻ എന്ന് പറഞ്ഞ തുലാസല്ല. സുന്നി മൂല്യർ പറഞ്ഞു അത് സന്തുലിതാവസ്ഥ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ. ഇതിന് തർക്കത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഖുർആൻ ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് പറയണ്ടല്ലോ, ഖുർആൻ ആശയ തലത്തിലേ വായിക്കാവൂ, അതിനെ മെറ്റീരിയൽ തലത്തിൽ വായിക്കരുത്. അദ്ദേഹം ഒരു മഹാബലി നടത്തിയെന്ന് പറഞ്ഞാൽ പോത്തിനെ അറുത്തുന്ന ഒരാൾക്ക് മനസ്സിലായെങ്കിൽ അങ്ങനെ അയാളത് മെറ്റീരിയൽ തലത്തിലാണ് കണ്ടത്. നേരെ മറിച്ച് അദ്ദേഹം നടത്തിയ മഹാബലി തന്റെ ശിർക്കൻ വിശ്വാസത്തെയാണ് എന്ന് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. മൂസാ നബി അറുത്തതും അത് തന്നെയാണ്. മൂസാ നബി തന്റെ സമൂഹത്തോട് അറുത്ത് കളയാൻ പറഞ്ഞതും അത് തന്നെയാണ്. ആ ശിർക്കൻ വിശ്വാസത്തെയാണ്. അതാണ് ആ ബക്കറത്ത്. ആ ശിർക്കൻ വിശ്വാസത്തെയാണ് അറുത്ത് കളയാൻ മൂസാ നബി തന്റെ സമൂഹത്തോട് പറഞ്ഞതും. ഇബ്രാഹിം ചെയ്ത മഹാബലി അല്ലാതെ ഒരു ആടിനെ അറുക്കലല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലി. അതല്ല. ഒരു മനുഷ്യൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഒബീഡിയന്റായ ആള് എന്നുള്ള നിലക്ക്, ഒരു അനുസരണയുള്ള ദാസൻ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത് അവന്റെ മനസ്സിലെ വിഗ്രഹമാണ്. മനസ്സിലെ ശിർക്കിന്റെ വിഗ്രഹത്തെയാണ് അവൻ ബലി അറുത്ത് കളയേണ്ടത്, തകർത്ത് തരിപ്പണമാക്കേണ്ടത്. അതാണ് അവൻ ചെയ്യേണ്ടത്. ആ തലത്തിൽ വായിക്കണവർക്ക് മനസ്സിലായിക്കോട്ടെ. ഇത് പറയാനും പാടില്ല എന്ന് പറയുന്നതാ എനിക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് എടുക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലാകുകയാണെങ്കിൽ അവർക്ക് എടുക്കാനെങ്കിലും ഇതൊന്ന് പറയാനായിരിക്കും നിങ്ങൾ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അവനെങ്കിലും എടുത്തോട്ടെ. അതല്ലേ നമ്മൾ പറഞ്ഞിട്ട് വേറെന്താ പറഞ്ഞിട്ടത്? അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഫാഹിഷത്ത് എന്നുള്ളത് ഇട്ടപ്പോ ഇവര് സ്ത്രീ പുരുഷ ബന്ധം അത് മെറ്റീരിയലായിട്ട് കണ്ടു. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാ ശിർക്കാണത്. അതൊരു ശിർക്കാണ്. ആ ഫാഹിഷത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫാഹിഷത്ത്. സ്ത്രീ പുരുഷ ബന്ധമല്ല. അത് നമ്മൾ പറഞ്ഞു.
അതിന് ഖുർആനിൽ എന്താ തെളിവ്? ഇന്നമാ എഴുമുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശായി, പിശാച് നിങ്ങളോട് സൂവും ഫഹ്ശാവും മാത്രമേ കൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ആകെ ഈ വ്യഭിചരിക്കാൻ മാത്രമല്ല പിശാച് കൽപ്പിക്കുക. പിശാച് ഒന്നാമത് കൽപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായത് പ്രവർത്തിക്കാനാണ്. അതാണ് വൈദാ ഫഅലു ഫാഹിശത്തൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ എന്ന് പറഞ്ഞ് അവർ ഫാഹിശത്ത് ചെയ്താൽ ഞങ്ങളെ വാപ്പാരൊക്കെ എങ്ങനെ ചെയ്യണം കണ്ടിരിക്കുന്നു. അതിന് സമാനമായ ആയത്ത് വൈദാ ഖീല ലഹും ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റൂ എന്ന് അവരോട് പറഞ്ഞാൽ ഖാലു ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളെ വാപ്പാരെന്താണെന്ന് വെച്ചാൽ അതേ ഞങ്ങൾ പിൻപറ്റൂ. അപ്പൊ ഇതിനോട് തത്തുല്യമായ ആയത്ത് അതേ പറയുന്നത്. അപ്പൊ ഖുർആനിനെ എന്തുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല, അവനാനിന്റെ പോക്കറ്റിൽ ടൗസറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. അതിന്റെ തന്നെ പദങ്ങൾ എടുത്തിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മുസ്രിഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വായിച്ചു, ഒരാളിട്ടത് ഇസ്രാഫ്, മുസ്രിഫും ഇസ്രാഫുകാരാണ്. ഇന്ന് വരെ നമ്മളുടെ ധാരണ എന്താണ്? മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ധനം ദൂർത്തടിക്കുന്നവൻ നിന്നാണ്. പക്ഷെ 99% അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അതിരി കവിയുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ ഉപയോഗിച്ചത്. 99 സ്ഥലങ്ങളിൽ നിങ്ങളും ഇസ്രാഫ്, മുസ്രിഫ്, മുസ്രിഫീൻ എന്നൊക്കെ ധൂർത്തന്മാർ, അതിരി കവിയുന്നവർ എന്ന് ഖുർആനിൽ നോക്കി 99 സ്ഥലം. പിന്നെ ഒരു സ്ഥലത്ത് അല്ലദീന ഇദാ അൻഫഖു, അവർ ചിലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു വലം യഖ്തുറു, അവർ ഇസ്രാഫ് കാണിക്കൂല. അവിടെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, അവിടെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷെ 99 സ്ഥലവും ഇവർ സമ്മതിക്കുന്നത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്ഥലമല്ലേ, അത് നമുക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാം. അപ്പൊ 99 സ്ഥലങ്ങളിലും ഇസ്രാഫ്, മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ആശയപരമായ അതിരി കവിയലാണ്. അത് ഇവർക്ക് എടുത്താൽ പറ്റ ബുഖാരി പോവുകയെ. അതാണ് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അപ്പുറത്ത് തൻ്റെതായ സ്വന്തമായി വന്ന് ഇഫ്തിറാഹ് ചെയ്യലാണ്, കച്ചുകെട്ടി ഇത് പോരാഞ്ഞിട്ട് വേറെയും കുറച്ചും കൂടി വേണമെന്ന ഈ അതിര് കവിയലാണ് ഖുർആനികമായി ഇസ്രാഫ്, മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബുഖാരിനെ മുസ്ലിമിനൊക്കെ കെട്ടിപ്പൂട്ടി പാത്തി വെച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുവരേണ്ടതും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ആ ഇസ്രാഫിനെ എന്ത് ചെയ്തു? ജനദൂർത്താക്കി മാറ്റിയവര്. കുലു വശറബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞോടത്തതാക്കി. യാ അയ്യുഹല്ലദീന ആമനു ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശറബു വലാ തുസ്രിഫു. തീറ്റ അല്ലാതെ, തീറ്റയുടെ ഇസ്രാഫ് അല്ലാതെ. അത് ഞാൻ പിന്നെ ആ മസ്ജിദ് എഴുതിയ ബുക്കിൽ വായിച്ചു. ആ മസ്ജിദ് എഴുതിയ ബുക്കിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധനദൂർത്തല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കലാണ്, അതിരി കവിയലാണത്. അതാണ് ആ കുലു, അതാണ് ആ വശറബു. ആ ആശയെ, അള്ളാഹുവിന്റെ ഏതൊരു ആശയത്തെ നിങ്ങൾ നടപ്പിൽ വരുത്തുകയാണെങ്കിലും അത് നിങ്ങളുടെ ഒരു പ്രൗഡ് ഓഫ്, നിങ്ങളുടെ ഒരു അലങ്കാരമായിട്ട് നിങ്ങൾ അത് എടുക്കുകയും അതിനെ മുഴുവനായി നിങ്ങൾ ഇൻടേക്ക് ചെയ്യുകയും, പക്ഷെ അങ്ങനെ മുഴുവനായി നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് അതിരി കവിയരുത്. ആ ആശയത്തിലുള്ള അതിരി കവിയലാണ്. അപ്പൊ ഖുർആൻ ആശയതലത്തിൽ വായിക്കാതെ നിവൃത്തിയേയില്ല. ആ തലത്തിൽ ഖുർആൻ വായിച്ചെങ്കിലേ ഇത് മനസ്സിലാകുള്ളൂ. ഇതിനെ മെറ്റീരിയൽ തലത്തിൽ, പദാർത്ഥ തലത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മശാസ്ത്രം എന്നാ ഇന്നത്തെ പഠനം. ഫഖഹ യഫ്ഖഹു ഫിഖ്, അലിമ യഅലമു ഇൽമ്. ഫഖഹ യഫ്ഖഹു ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് നമ്മളെ മനസ്സിൽ കർമ്മശാസ്ത്രം എന്നാണ്. കർമ്മശാസ്ത്രമല്ല, ഖുർആനിൽ ലാ യഫ്ഖഹൂന എന്ന ഈ ആശയത്തെ ഉൾക്കൊള്ളലും അതിന്റെ ഈമാനുമാണ്. ഖുർആൻ എങ്ങനെ എവിടേക്കാ പദങ്ങൾ പരിശോധിച്ച് നോക്കിക്കളുണ്ട്. തഫഖഹു ഫിദ്ദീനി, അവർ ദീനിന് ഫിഖ്ഹായിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീനിനെ അവർ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിന് അവന്റെ അള്ളാഹുവിന്റെ വചനങ്ങളും അവർക്ക് ഓതിക്കൊടുത്താൽ ലാ യഫ്ഖഹൂന, അവരതിൽ ഫിഖ്ഹാവൂല എന്ന് പറഞ്ഞാൽ അതിനെ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരൂല എന്നല്ല. ആ ദൈവികമായ വചനങ്ങളെ അവൻ ഫഹ്മ് ഉൾക്കൊള്ളുകയും അതിനെ വിശ്വാസത്തിലെടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുകയില്ല എന്നാണ്. പക്ഷേ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥങ്ങളെത്ര, അനുഷ്ഠാനങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളെത്ര. അപ്പൊ അതാണ് ഖുർആനിനെ എവിടുന്നാണ് നമ്മൾ വായിക്കേണ്ടത്? ഖുർആനിനെ ഖുർആൻ കൊണ്ട് വായിക്കണം. ഖുർആനിനെ ഖുർആൻ കൊണ്ടല്ലാതെ വായിക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഖുർആനില് പിന്നെ രക്തം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം. അത് ഇവരെന്ത് ചെയ്തു? ഒരു പോത്തിന്റെ രക്താക്കി, ഒരു ഒട്ടകത്തിന്റെ രക്താക്കി, ഒരു മൂരിയുടെ രക്തമാക്കി. മനുഷ്യന്റെ രക്തമാണത്. അതുകൊണ്ടാണ് അറ്റമ് എന്ന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അറ്റമ് സാധാരണ ദമല്ല. ഇപ്പൊ സാധാരണ ലോകം നിങ്ങൾ ഒരു ബുക്കും വായിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു കിതാബിനെ പറയുള്ളൂ. അവൻ ഒരു ബുക്കും നിങ്ങൾ വായിക്കരുത് എന്നാണെങ്കിൽ അൽ കിതാബ് എന്ന് പറയില്ല.
അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു പുസ്തകമാണ് വായിക്കേണ്ടതാണ് അതിൻ്റെ അർത്ഥം. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ബുക്കും, ലോകത്തെ ഒരു ബുക്കും വായിക്കണ്ടെന്ന് പറയുന്നതിന് കിതാബിനെ പറയുള്ളൂ, അൽ കിതാബ് എന്ന് പറയില്ല. എന്ന പോലത്തെ ലോകത്തെ ഒരു രക്തം നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് വെറും ദമ്മെന്നേ പറയുള്ളൂ, അദ്ദമ് എന്ന് പറയില്ല. അദ്ദമ് എന്ന് പറഞ്ഞു തന്നെ അതൊരു പ്രത്യേക രക്തമാണ്. അതേതാണ്? ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ഫുതുബ പറഞ്ഞു തന്നിട്ടുണ്ട്. 5:3 ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലാണ് അദ്ദമ് ഇതൊരു പ്രത്യേകമായ രക്തമാണ്, മനുഷ്യന്റെ രക്തം കുടിക്കലാണ്, മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം നമ്മൾ ചൂഷണം ചെയ്യലാണത്. അത് ആരാന്റെ ചോര കുടിക്കരുതെന്ന് ഞമ്മക്ക് പറയാം, പക്ഷെ അള്ളാഹ്ക്ക് പറയാൻ പറ്റില്ല എന്നാ വരുന്നത്. അള്ളാഹ്ക്ക് പറയാൻ പറ്റില്ല. അത് അവന്റെ വിയർപ്പിന്റെ ഫലം, അവന്റെ അധ്വാനത്തിന്റെ ഫലം നമ്മൾ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. മുൻഖനിക്കത്തെന്ന് പറഞ്ഞാൽ കൊള്ളക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ പറയും, ഒരു പോത്തിന്റെ കൊള്ളക്കാ വെച്ചിരിക്കുന്നത്, മനുഷ്യന്റെ കൊള്ളക്കാ പിടിക്കുന്നത്, പോത്തിന്റെ അല്ല. ഇതൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ പറയുന്നത്, പോത്തുമായി ബന്ധപ്പെട്ടതല്ല. പോത്തിനുള്ള മാർഗനിർദ്ദേശം അല്ലത്. ഇവർ പറയണ പോത്തിന്റെ കഴുത്തിന്റെ പിടിച്ചിട്ട് ചത്ത പോത്തിനെ തിന്നാൻ പാടില്ല എന്ന്. ഞാൻ ആ മാഷോട് ചോദിച്ചു, അകലെ ഈ കറണ്ട് പിടിച്ച് ആരാ പറഞ്ഞ ആദ്യം ആരപ്പോ ചത്തതല്ലാത്തത് തിന്നണത് ആരപ്പോ ജീവുള്ള പോത്തിന്റെ പിന്നാലെ പോയിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് തിന്നണത്? ഒക്കെ ചത്തിട്ടല്ലേ തിന്നണത്. അസുഖല്ലേ? ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ചാകുകയാണെങ്കിൽ 100,000 ചാകലുണ്ടല്ലോ. ഈ 4 തരത്തിലേ ചാകുള്ളൂ ഒരു ജീവി. ഈ 4 തരത്തിലേ ഒരു ജീവി ചാവുള്ളൂ. നിങ്ങൾ പറയും, ആയിരക്കണക്കിന് രൂപത്തിൽ ജീവികൾ ചാകാം. അതൊക്കെ പറയട്ടെ, അങ്ങനെയൊന്നും ചത്ത തിന്നാൻ പാടില്ല. അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് പറയാത്ത ശവങ്ങൾ ചത്തതൊന്നും തിന്നരുതെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഇത് 4. അപ്പൊ ഞാൻ പറയുന്ന അതിൽ മുൻഹരിക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ കൊള്ളക്കാ പിടിക്കുന്നത്. ദുർബലരും അശരണരും സാധുക്കളുമായ ആളുകൾ, അടിച്ചമർത്തപ്പെട്ട സാധുക്കൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അവന്റെ കൊള്ളക്ക് പിടിക്കാം. കൊള്ളക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പിടിക്കണമെന്നില്ല, അവന്റെ ശബ്ദത്തെ തകർത്ത് കളയാം, ഒമ്മിണ്ടരുത്. ഇത് കാലാകാലങ്ങളിൽ ഈ പുരോഹിതന്മാരും ഭരണകർത്താക്കളും ചെയ്തതാ, സാധുക്കളെ ചൂഷണം ചെയ്യാൻ. അപ്പൊ ദുർബലരും സാധുക്കളും അശരണരുമായ പാവപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൊള്ളക്ക് പിടിക്കുക. അത് ചത്ത പോത്തിനാക്കി മാറ്റി സാധുക്കൾ അങ്ങനെ മേയാനും വിട്ടു, ഇവരെ അടിമകളാക്കിയിട്ട്. ഇവരുടെ അടിമ ഞാൻ പറഞ്ഞു 5:3 മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബിന്യാമീന്റെ ആട് ജീവിതം ഇറങ്ങില്ലായിരുന്നു. 5:3 മുസ്ലിം ലോകം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബിന്യാമീന്റെ ആട് ജീവിതം എന്ന ബുക്കിൽ പിന്നെ അയാൾക്ക് നോവൽ എഴുതാൻ ലോകത്ത് അവസരം ഉണ്ടാവില്ലായിരുന്നു. ഈ 5:3 മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദുർബലരെയും അശരണരെയും പാവപ്പെട്ടവരെയും സാധുക്കളെയും ചൂഷണം ചെയ്ത് അടിച്ചമർത്തുന്ന അതാണ് അതിൽ മുഴുവൻ പറയുന്നത്. അപ്പൊ ഖുർആനിനെ എനിക്ക് പിന്നെ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വായിക്കുക, ആശയതലത്തിൽ വായിക്കുക. ഞാൻ ചോദിച്ചു, ഒമാ അകലസബ്, വന്യമൃഗം തിന്നത് നിങ്ങൾ തിന്നരുതെന്ന്. വന്യമൃഗം തിന്നത് തിന്നാൻ എവിടുന്നാ കിട്ടുക? അത് വന്യമൃഗത്തിന്റെ വയറ്റിൽ പോയില്ലേ. നേരെ മറിച്ച് ഒമാ ബക്കിയമിൻ അഖിലി സബ് എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല. വന്യമൃഗം തിന്നതിന്റെ ബാക്കി തിന്നരുത് എന്നാണെങ്കിൽ ഓക്കെ. ഒമാ ബക്കിയ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എന്നാലും സമ്മതിക്കാം. ഇത് ഒമാ അക്കല, തിന്ന് കഴിഞ്ഞത്, മാലിയാണത്, തിന്നുപോയത്. ഇനി അത് കിട്ടൂല. ഇങ്ങനെ വെറുതെ വിവരക്കട ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഈ നോട ഇങ്ങനെ വായിച്ച് അങ്ങനെ പോവുക. ഇങ്ങോട്ട് അതിലൂടെ നമ്മളും പോകണമെന്നാ പറയുന്നത്. സോറി സുഹൃത്തെ, ഒഴിവില്ല, ഇതാ പറയാനുള്ളത്. നിങ്ങൾ പോയിക്കോളും തർക്കിക്കണില്ലല്ലോ. ഒരാളോടും തർക്കിക്കാനോ ഒരാളോടും വെക്കാനിരിക്കാനോ ഈ പറഞ്ഞ തന്നെ നിങ്ങൾ എടുത്തേ മതിയാകുമെന്നോ ആരോടും വാശിയില്ല. സഹോദരങ്ങളെ, ഇതാണ് മനസ്സിലാകണം. ഇങ്ങനെയാണ്. ഇതാണ് മനുഷ്യ സമൂഹത്തിന് ഗുണകരമായിട്ടാണ്. ഒരു പോത്തിനെ തിന്നെന്താണ് പറയുന്നതും മനുഷ്യരുടെ രക്തം ചൂഷണം ചെയ്ത് കുടിക്കരുത് എന്ന് പറയുന്നതും ആശയത്തിൽ എത്രമാത്രം വ്യത്യാസമാണെന്ന് ചിന്തിക്കുന്നവനെ കിട്ടുള്ളൂ. അല്ലാത്തവനത് മനസ്സിലാവില്ല. എത്രമാത്രം ആശയ വിശാലതയാണ് ഇതിന്റെ വ്യാപ്തി എന്നുള്ളത് പിന്നെ അന്നം തിന്നുന്നവന് മനസ്സിലാവും, അല്ലാത്തവന് മനസ്സിലാവില്ല. നീ ഒരു പോത്തിനെ തിന്നരുത്, പോത്തിന്റെ അടുത്ത് തിന്നരുത് എന്ന് പറയുന്നത്, എന്നാ അത് തിന്നരുത്, പോത്തിന്റെ അടുത്ത് തിന്നരുത് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കുറക്കാം. കാർഡിയോളജിസ്റ്റിന്റെ മുന്നിൽ പോയി നിന്ന് ക്യൂ നിൽക്കുന്നത് കുറച്ച് കുറക്കാം.
അങ്ങനെ പറഞ്ഞാൽ അത് മെച്ചാക ചെയ്യാം. നേരെ മറിച്ച് മനുഷ്യന്റെ രക്തം കുടിക്കരുത്, അവനെ ചൂഷണം ചെയ്യരുത്, അവന്റെ അവകാശങ്ങളെ കവർന്നെടുക്കരുത്, അവന്റെ ശബ്ദങ്ങളെ പുറത്തേക്ക് വരാതിരിക്കാൻ അവന്റെ കൊള്ളക്ക് പിടിക്കരുത്. ഇതൊക്കെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഉന്നതമായ ആശയങ്ങളാണ്. ഒരു വിപ്ലവമാണ് ലോകത്ത് സൃഷ്ടിക്കാൻ പോവുക. ആ വിപ്ലവത്തെയാണ് അടിച്ചമർത്തിയത്. നിങ്ങൾക്ക് അറിയില്ല ഇത് ഖുർആൻ എന്താണ് ഈ ഖുർആൻ എന്ന് അറിയില്ല. ഇതിന്റെ ഈ സാഗരം എന്താണെന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സാഗരം സമൂഹം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ലോകത്തൊരു വിപ്ലവം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ പാവം ഇപ്പോഴും അനുഷ്ഠാന ആചാരങ്ങളുടെ പിന്നാലെയാണ് ഈ സമൂഹം. അതിനെ ഈ സമൂഹത്തിന് നേരമുള്ളൂ. എന്താണ് നമ്മൾ പറയണത്? അതാണ് ഈ ഖുർആൻ മനസ്സിലാക്കാൻ. പക്ഷെ മനസ്സിലാക്കുന്നുണ്ട് ആളുകൾ. സൈലന്റായിട്ട് വളരെ നിശബ്ദമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ ഇന്നോ നാളെ ഒരു വിപ്ലവം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. മാറ്റം മെല്ലെ ഉണ്ടാവുള്ളൂ. 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല ആചാരങ്ങളും ഈ സമൂഹം അറിയാതെ തന്നെ മാറ്റി. ഇത് മാറ്റം മെല്ലെ ഉണ്ടാവുള്ളൂ. അത് ഇന്ന് നമ്മളോട് പറഞ്ഞിട്ട് നാളെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. അത് ചിലപ്പോൾ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫലം വരിക. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ വികാസം പണ്ട് 500 കൊല്ലം കൊണ്ട് നടന്നിരുന്ന മാറ്റം ഇപ്പൊ 5 കൊല്ലം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഈ വ്യത്യാസമാണ് ലോകത്തുണ്ടാകാൻ പോണത്. ഈ മാറ്റത്തിന്, ഈ വ്യത്യാസത്തിന്, ഈ മാറ്റത്തിന് കൂടെ ചേർന്നാൽ അതിന്റെ ഒരു പങ്ക് നമുക്കും കിട്ടുമെന്ന് മാത്രം. കൂടാൻ പറ്റണമെന്ന് കൂടെ കൂടാൻ എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും കൂടിയാൽ അതിന്റെ ഫലം അനുഭവിക്കാം. അത് ചരിത്രത്തിൽ എവിടെയെങ്കിലും എഴുതപ്പെടും. നിങ്ങൾ വിചാരിക്കണ്ട ഇത് മാറ്റമുണ്ടാവില്ല എന്ന്. മാറ്റം തീർച്ചയായും ഉണ്ടായേ മതിയാവൂ. മനുഷ്യനല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഒരു സോമാലിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സിറിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഈജിപ്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനപൂർണമായ ഒരു ജീവിതമാണ് ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഖുർആന്റെ വായന ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയെങ്കിൽ, ആശയതലത്തിൽ ഈ ഖുർആനെ മനസ്സിലാക്കിയെങ്കിലേ ഈ വെട്ടും കുത്തും ഒക്കെ ഇല്ലാതാവും. അപ്പം നിങ്ങൾക്ക് കിത്താലും ജിഹാദും ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്താണ് ഈ കിത്താല്? അവർക്ക് വരാൻ പോകണുള്ളൂ. എന്താണ് ഈ കിത്താല്? എന്താണ് ജിഹാദ്? അതാണ് ഞാൻ അടിക്കടി എൻ്റെ സഹോദരങ്ങളോട് ഇത് ആശയതലത്തിൽ വായിക്കുന്നത്, ആശയതലത്തിൽ ഇത് വായിക്കും എന്ന് പറയുന്നത്. അപ്പൊ പെരടി വെട്ടാതിന് കിട്ടൂല. അതിലാണ് ലറബാന്ന് പറഞ്ഞാൽ വെട്ടലല്ല തല്ലലും അല്ല. അത് ശരിയാണ് മൂപ്പർ എഴുതിയത്. വെട്ടലും അല്ല തല്ലലും അല്ല. അയനാക്ക് എന്ന് പറഞ്ഞാൽ പെരടിയല്ല വായിച്ചു. കാരണം 3 സ്ഥലത്ത് ഖുർആനിൽ അയനാക്ക് ഉപയോഗിച്ച 3 കൂടുതൽ സ്ഥലങ്ങൾ അയനാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും പിരടിയല്ല. പിന്നെ ഈ തൗബയിലേക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ള ഈ പെരടി, അല്ല അൻഫാലിക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ള പെരടി വന്നത്. അവരുടെ പിരടികളിൽ ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെരടിയല്ല. അവരുടെ പിരടികളിലെ ചങ്ങല ഇറക്കി വെക്കുന്നു പറഞ്ഞാൽ പെരടിയല്ല. അവിടെ ഒന്നും പെരടിയല്ല. പക്ഷേ പൊതിരിപ്പൂ ഫൗക്കല്ലായനാക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അയനാക്ക് പെരടിക്ക് വെട്ടലെന്നെ, അപ്പോൾ ലറബക്ക് മുറിക്കലെന്നെ, ഒരു പുതിയ അർത്ഥം. അപ്പൊ അതാണ് ആശയതലത്തിൽ നിങ്ങളത് വായിക്കും. പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് സൂറത്തു അഹ്റാഫിൽ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ അവരുടെ പിരടികളിലെ ചങ്ങലകൾ ആ പ്രവാചകൻ ഇറക്കി വെക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപരമായ ബുദ്ധിപരമായ അടിമത്തം മുഴുവൻ എടുത്തു കളയും. ഒരു സമൂഹത്തിന്റെ ബുദ്ധിപരമായ അടിമത്തം എടുത്തു കളഞ്ഞ പിന്നെ ആ സമൂഹത്തെ പിടിച്ചാൽ കിട്ടുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എത്ര വലിയ ആശയം നിങ്ങൾക്കറിയോ? ഒരു സമൂഹത്തിന്റെ ബുദ്ധിപരമായ അടിമത്തം, ഫിസിക്കലി അടിമത്തം വലിയ അടിമത്തല്ല. നിങ്ങൾ ഇന്നോടൊരു കാര്യം കസേര അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞാൽ ഞാനത് എടുത്തു വെച്ചാൽ അടിമത്തല്ല. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ ബുദ്ധിപരമായ അടിമത്തം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അടിമത്തം വേറെ ലോകത്തില്ല. അതാ ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ഒഴിഞ്ഞു പറയണെന്താ, എന്നേക്കാൾ ചിന്തയും ബുദ്ധിയില്ല മസ്തിഷ്കമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിന്ത നിങ്ങൾക്ക് ഇട്ടു തരുന്നത്. ഒരിക്കലും ഞാൻ ചിന്തിക്കണ പോലെ നിങ്ങൾ ചിന്തിക്കരുതെന്ന് വിചാരിച്ചിട്ട. സ്വതന്ത്രമായി നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഒരു ദൂതനും ഒരു പ്രവാചകനും അവർക്ക് വേദവും നീതിയും കൊടുത്തിട്ട് ഒരാളോടും പറയില്ല നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കൂ എന്ന് ഒരു ദൂതനും ഒരു ജനതയോടും പറയാൻ പാടില്ല എന്ന് ഖുർആനിന്റെ വളരെ കർക്കശമായ കൽപ്പനയുണ്ട്. ഖുർആനുണ്ട് ഒരു ദൂതന് വേദവും നീതിയും കൊടുത്തിട്ട്
ആ ദൂതൻ ഒരു ജനതയോടും പറയട്ടെ, കൂനു ഇബാദല്ലി, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഒബീഡിയന്റ് ആയിട്ട് ജീവിക്കൂ എന്ന് ഒരു ദൂതനും ഒരാളോടും പറയാൻ പാടില്ലാണ് പ്രവാചകന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ്. ആ പ്രവാചകന്മാരുടെ അനുയായികളായിട്ട് പോരുന്ന നമ്മൾ, ഈ വേദം പ്രബോധനം ചെയ്യുന്ന നമ്മൾ, ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണമെന്ന് എങ്ങനെ പറയാം? അതാ ഞാൻ പറയുന്നത്, ഞാനിത് ഒഴിഞ്ഞു പറയുന്നത് അതാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കും, സ്വതന്ത്രമായി ചിന്തിക്കും. അതിനപ്പുറത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരിയിലേക്ക് നിങ്ങൾ പോവുകയും. അതാ പറയുന്നത്. അതാണ് ഒരാൾ ചിന്തിക്കുന്നത് പോലെ. അതാണ് ബുദ്ധിപരമായ അടിമത്തമാണ് ഏറ്റവും വലിയ അടിമത്തം. അതിനേക്കാൾ വലിയ അടിമത്തം ലോകത്ത് വേറില്ല. അതാണ് ഖുർആൻ അവരുടെ അയനാക്കുകളിൽ നിന്ന് അവരുടെ ചങ്ങലകളെ എടുത്തു മാറ്റും. അതാണ് അയനാക്കി മകലാലൻ, അവരുടെ ബുദ്ധിയിലാണ് ചങ്ങല. സൂറത്ത് യാസീനിൽ പറഞ്ഞു, അല്ലാതെ കഴുത്തിന് തപ്പി നോക്കിയ ചങ്ങല കാണൂല. ആശയത്തിലാണ് ഖുർആൻ വായിക്കേണ്ടത്. ഇത് ഞാൻ നിങ്ങളോട് ഇനി എങ്ങനെ പറഞ്ഞു തരാം? എങ്ങനെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? ശുദ്ധി എന്ന് പറയുന്നത് ആശയതലത്തിലുള്ള ശുദ്ധിയാണ്. 99 സ്ഥലങ്ങളിലും ശുദ്ധി ഖുർആനിൽ വന്നതൊക്കെ ആശയതലത്തിലുള്ള, ഈ വധുവിന്റെ സ്ഥലത്തിലുള്ള ശുദ്ധി. അതും കൂടി എന്താ ആശയതലത്തിൽ മനസ്സിലാക്കാൻ പ്രയാസം? 99 സ്ഥലങ്ങളിലും നിങ്ങൾ തഹൂർ നോക്കി, അവന്റെ വിശ്വാസപരമായ ആശയപരമായ ശിർക്കിൽ നിന്നുള്ള പരിശുദ്ധിയാണ്, അവന്റെ മാനസികമായ പരിശുദ്ധിയാണ്, ആശയതലത്തിലുള്ള ആത്മീയ തലത്തിലുള്ള അവന്റെ പരിശുദ്ധിയാണ്. അല്ലാതെ അവന്റെ കയ്യിലോ കാലിലോ ചളി കഴുകി കളയുന്ന ആ ശുദ്ധിയല്ല, അത് ഫിസിക്കൽ അല്ല. നിങ്ങൾ ഖുർആനിൽ തഹൂർ ഉപയോഗിച്ച 99 സ്ഥലങ്ങൾ നോക്കി, ശുദ്ധി എന്ന് പറയുന്നത് അവന്റെ ആശയതലത്തിലാണ്, അവന്റെ ആത്മീയ തലത്തിലാണ്. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ നിങ്ങളോട് മുഖ്യമായിട്ടും പറയാനുള്ളത്, ഖുർആൻ ആശയതലത്തിൽ വായിക്കണം. ഖുർആൻ ആശയതലത്തിൽ ഖുർആനിനെ നിങ്ങൾ വായിക്കണം. അപ്പോഴേ ഖുർആനിന്റെ ഉന്നതമായ ആ മൂല്യങ്ങൾ, ആ തത്വങ്ങൾ, ആ ദർശനങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു വിഷയമായിട്ടൊന്നും ഞാനെടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ